മദീനയിൽ തീർത്ഥാടകർ പോയ ബസ് അപകടം. വളരെ ഞെട്ടലോടെയും ദുഃഖത്തോടെയുമാണ് ജനങ്ങൾ ഈ വാർത്ത കേട്ടത്. മൃതദേഹങ്ങൾ തിരിച്ചറിയുവാൻ ഫോറൻസിക് പരിശോധന ആരംഭിച്ചിട്ടുണ്ട്. സാമ്പിൾ പരിശോധനയ്ക്കും അയച്ചിട്ടുണ്ട്. സൗദി അറേബ്യയിൽ ഉംറ തീർത്ഥാടകർ സഞ്ചരിച്ച ബസ് അപകടത്തിൽപ്പെട്ട് നിരവധി പേർ മരിച്ച സംഭവത്തിൽ ഭൂരിഭാഗവും ഇന്ത്യക്കാരാണെന്ന സ്ഥിരീകരണത്തിന് പിന്നാലെ മൃതദേഹങ്ങൾ തിരിച്ചറിയുവാനുള്ള ശ്രമങ്ങൾ സൗദിയിൽ ആരംഭിച്ചു വരികയാണ്. ഫോറൻസിക് പരിശോധനകൾക്കായി മൃതദേഹങ്ങളുടെ സാമ്പിളുകൾ അയച്ചിരിക്കുകയാണ്. അതേസമയം തന്നെ അപകടത്തിൽപ്പെട്ട ഒരു കുടുംബത്തിന് സംഭവിച്ചത് ഞെട്ടിക്കുന്ന നഷ്ടവുമാണ്. ഒരു കുടുംബത്തിലെ 18 പേരാണ് അപകടത്തിൽ മരണപ്പെട്ടത് എന്നാണ് റിപ്പോർട്ട് ലഭിച്ചിരിക്കുന്നത്. മൃതദേഹങ്ങളുടെ സാമ്പിളുകൾ ഫോറൻസിക് പരിശോധനയ്ക്കായി അയച്ചിട്ടുമുണ്ട്. പരിശോധനാ ഫലം ലഭിക്കാൻ കുറഞ്ഞത് 48 മണിക്കൂറെങ്കിലും വേണ്ടി വന്നേക്കും. മരിച്ചവരുടെ ബന്ധുക്കളും തെലങ്കാന സർക്കാർ പ്രതിനിധികളും ഇന്ന് സൗദിയിൽ എത്തും. ഇതിന് ശേഷമായിരിക്കും സംസ്കാര നടപടികൾ തീരുമാനിക്കുന്നത്. ശനിയാഴ്ച നാട്ടിൽ തിരിച്ചെത്തേണ്ടവരായിരുന്നു അപകടത്തിൽപ്പെട്ട ഈ തീർത്ഥാടക സംഘം. അപകടത്തിൽ മരിച്ചവരിൽ ഒരു കുടുംബത്തിലെ 18 പേർ ഉൾപ്പെടുന്നു എന്ന റിപ്പോർട്ടുകളാണ് പുറത്തു വന്നുകൊണ്ട് ഇരിക്കുന്നത്. ഇതിൽ 9 പേർ കുട്ടികളുമാണ്. ഹൈദരാബാദിൽ മാധ്യമങ്ങളോട് സംസാരിച്ച കുടുംബാംഗമായ മുഹമ്മദ് ആസിഫാണ് ഈ വലിയ നഷ്ടം വിശദീകരിച്ചത്. അദ്ദേഹത്തിൻ്റെ സഹോദരിയുടെ ഭർത്താവ്, ഭാര്യ, സഹോദരൻ, അവരുടെ മകൻ, 3 പെൺമക്കൾ, അവരുടെ കുട്ടികൾ എന്നിവരാണ് അപകടത്തിൽപ്പെട്ടത്. അപകടത്തിൽ മരിച്ചവരിൽ ഹൈദരാബാദിൽ നിന്നും ഉംറയ്ക്ക് പോയ 16 പേർ ഉൾപ്പെട്ടിട്ടുണ്ട് എന്ന് സ്ഥിരീകരിച്ചിട്ടുമുണ്ട്. ഇതിൽ 4 പേർ സ്ത്രീകളുമാണ്. അപകടത്തിൽപ്പെട്ട സംഘത്തിൽ നിന്നും അത്ഭുതകരമായി രക്ഷപ്പെട്ട ഒരാൾ മാത്രമാണ് ഇപ്പോൾ അവശേഷിക്കുന്നത്. അബ്ദുൾ ഷുഹൈബ് മുഹമ്മദ് എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര്. ഇദ്ദേഹം നിലവിൽ ആശുപത്രിയിൽ ഇപ്പോൾ ചികിത്സയിലുമാണ്. ബസിൻ്റെ ഡ്രൈവർക്ക് തൊട്ടടുത്തായിരുന്നു ഇദ്ദേഹം ഇരുന്നിരുന്നത് എന്നാണ് വിവരം ലഭിച്ചിരിക്കുന്നതും. ജിദ്ദ കോൺസൽ ജനറൽ ആശുപത്രി അബ്ദുൾ ഷുഹൈബിനെ സന്ദർശിക്കുകയും ചെയ്തിട്ടുണ്ട്. ഹൈദരാബാദിലെ അൽ മദീന ട്രാവൽസ് വഴിയാണ് ഇവർ ഉംറയ്ക്ക് യാത്രയായത്. ട്രാവൽ ഏജൻസിയിൽ നിന്നും ലഭിച്ച വിവരങ്ങൾ റിയാദിലെ ഇന്ത്യൻ എംബസിക്ക് കൈമാറിയിട്ടുമുണ്ട്. അപകടത്തിൽ തെലങ്കാന മുഖ്യമന്ത്രി രേവന്ത് റെഡ്ഡി നടുക്കവും രേഖപ്പെടുത്തിയിട്ടുണ്ട്.